കൃഷ്ണത്വദീയപദപങ്കജപഞ്ചരാന്തം അദ്ദൈവമേ വിശതുമാനസരാജഹംസ പ്രാണപ്രയാണസമയേകഭവാദപിത്തേ കണ്ഠാവരോധനവിധൗ മരണം കുതസ്തേ. എല്ലാവർക്കും സന്ധ്യാവന്ദനത്തിലേക്ക് സ്വാഗതം. ഏതോ ഒരു ഒറ്റപ്പെട്ട ഒരു ശ്ലോകം കുട്ടിക്കാലത്തൊക്കെ നമ്മൾ പഠിച്ചതാണ്. അത് പറയണത് എന്താണെന്ന് വെച്ചാൽ, ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി എന്നൊരു വാക്യം ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധത്തിലെ ആദ്യത്തെ അധ്യായത്തിലുണ്ട്. മരിച്ചു പോകുമ്പോൾ ഈശ്വരസ്മരണയോട് കൂടിയിട്ട് ഇവിടുന്ന് പോകാൻ തരാവുക, കൃഷ്ണ അല്ലെങ്കിൽ നാരായണാന്ന് വിളിച്ചിട്ട് ഇവിടുന്നാണ് പോകാൻ തരാവുക എന്ന് വെച്ചാൽ, അയാൾ പിന്നെ ഈ ജീവിതത്തിൽ എന്ത് സമ്പാദിച്ചില്ലെങ്കിലും ഒരു നഷ്ടമില്ല അയാൾക്ക്. കാരണം ഇതാണ് ഇതിന് ശേഷമുള്ളൂ, മറ്റൊക്കെ ഇവിടെ ഇട്ട് പോകേണ്ടതാണ്. ധാരാളം സമ്പാദിച്ചു, വല്ല കാര്യമുണ്ടോ? ഒന്നും സമ്പാദിച്ചില്ല, വല്ല കുറവുണ്ടോ എന്നാണ് ചോദിക്കണം. ഒരു കുറവുമില്ല. എങ്ങനെയാണെങ്കിൽ ഭഗവത് സ്മരണയോട് കൂടിയിട്ട് ദേഹത്തെ വിടാൻ കഴിയുക എന്ന് വെച്ചാൽ, ലക്ഷ്യം അതാണ് ജീവിതത്തിൻ്റെ. അത് അയച്ചാൽ മതി. അതിനാണിപ്പോൾ നമ്മളൊക്കെ ഒരു ദിവസം അതിനല്ലേ പോണത്. അതുകൊണ്ട് ആ മരണസമയത്ത് ഈശ്വരസ്മരണ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ അതിന് തുടങ്ങണം എന്നാണ് ഈ ശ്ലോകത്തിൽ സൂചിപ്പിക്കണം. ഏതൊരു രൂപത്തെ നമ്മൾ അവസാനം സ്മരിച്ചിട്ട് ദേഹം വെടിയണോ, യം ഭാവൻ മരൻ രൂപം സ്മരൻ ഭാവം ത്യജത്യന്തേ കളയവരം തം തമേവേദി കൗന്ദേയ സദാ തദ്ഭാവം ആശ്രിത. ഏതൊന്നിനെ സ്മരിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ശരീരത്തെ വെടിയുന്നുവോ അതായിട്ടാണ് അടുത്ത ജന്മം ജനിക്കുക. ഇപ്പോൾ വല്ലാതെ ഈ വളർത്തുനായക്കൾ, പെറ്റ്സ്, ഊട്ടി, പോമറേനിയൻ ഇതിനെയൊക്കെ വല്ലാതെ സ്നേഹിച്ചാണ്ടല്ലോ, അത് മനസ്സിൽ കടന്നുകൂടും. ഭരതൻ്റെ കഥ കാണിക്കുന്നുണ്ട് ഭാഗവതത്തിൽ. മാനിനെ ചിന്തിച്ച് മരിച്ചിട്ട് മാനായ കഥ. അപ്പം ഈ ജീവികളെയൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ മരിച്ച അടുത്ത ജന്മം ചങ്ങലയുടെ മുകളിലാണ് കിടക്കേണ്ടിയിരിക്കും. ഒരു നിവൃത്തിയില്ല. അപ്പം അതേ സ്മരിക്കരുത്. ഭഗവത് സ്മരണ ഉണ്ടാവണം. അതിനെന്ത് വേണം? കൗമാരാചരേ പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ. പ്രഹ്ലാദൻ തൻ്റെ കൂടെയുള്ള കുട്ടികളോട് പറഞ്ഞു കൊടുക്കുകയാണ്, 16-17 വയസ്സിൽ വേണം കുട്ടികളെ ഈശ്വരചിന്ത ആരംഭിക്കാൻ. ആ സമയത്ത് തുടങ്ങിയാൽ അത് അവസാനം വരെ നിൽക്കുന്നതാണ്. അതിൻ്റെ അമ്പ തുടങ്ങിയാലും പിന്നെ തുടങ്ങിയാലും ഒന്നും പറ്റില്ലേ. ചില സമയത്തൊക്കെ പറ്റിയെന്ന് വരും, പക്ഷേ ഇത്ര എളുപ്പമില്ല. എന്താണെന്ന് വെച്ചാൽ, ഈ 16 വയസ്സിൽ സൈക്കോളജിക്കലി എന്താണ് മനസ്സിൽ വന്നത് വെച്ചാൽ അതാവും ആജീവനാന്തം വരെ നിലനിൽക്കുക എന്ന് സൈക്കാട്രിസ്റ്റും പറയണു. ആ 16-17 വയസ്സിൽ നമ്മളൊരു നക്സലേറ്റിൻ്റെ കൂടെ അല്ലച്ചാൽ നമ്മുടെ കുട്ടികളെ അതിൻ്റെ കൂടെ അയച്ചാൽ നക്സലൈറ്റിന് അവർ നല്ലൊരു മുതൽക്കൂട്ടാവുന്ന. അത് സത്സംഗമായിട്ട് പോവുക, നല്ല കാര്യങ്ങളാണ്, ഭാഗവതം ഒക്കെയാണോ വിചാരിച്ചാലോ അതിന് ഒരു മുതൽക്കൂട്ടാവും. ആ പ്രായം അങ്ങനെയാണ്. എന്താണ് മനസ്സിൽ വന്നുവെച്ചാൽ അതാണ് ഉറയ്ക്കുക. അപ്പോൾ നേരത്തെ തന്നെ മനസ്സ് അതിൽ വരും വേണം. ഈ 16 വയസ്സിൽ വരണമെന്നുണ്ടെങ്കിൽ 16 വയസ്സിൽ ശ്രമിച്ചാൽ മതിയോ? പോരാ. കുട്ടിക്കാലത്ത് തന്നെ ഈശ്വരചിന്തയുള്ളവർക്ക് 16 വയസ്സിൽ അത് ഉറയ്ക്കുള്ളൂ. 16 വയസ്സിൽ അത് ഉറച്ചാലേ മരണം വരേക്കത് നിലനിൽക്കാനും പറ്റുള്ളൂ. ഇതാണ് പറയുന്നത്, കൃഷ്ണത്വദീയ പദപങ്കജ പഞ്ചരാന്തം അദ്ദൈവമേ പിശതു മാനസരാജഹംസ. എൻ്റെ മനസ്സാകുന്ന ഹംസപക്ഷി, ആ പക്ഷിയെ ഇപ്പം തന്നെ അങ്ങയുടെ പാദപത്മമാകുന്ന കൂട്ടിലിട്ടിട്ടാണ് അടയ്ക്കണം ഭഗവാനെ. എവിടേക്കും അവിടുന്ന് പോവാൻ പറ്റാത്ത വിധം പൂട്ടിക്കോളൂ, എന്നാലേ അതവിടെ നിൽക്കുള്ളൂ. കാരണം വലിയ സ്വാതന്ത്ര്യശീലനാണ് അവൻ. ആ പക്ഷി ഉണ്ടല്ലോ, അഞ്ചം കിട്ടിയാൽ ഭഗവത് പാദത്തിൽ നിന്ന് അകലാനേ നോക്കൂ. എന്താ ചെയ്യുക? അങ്ങനെ ഒരു അവസ്ഥയാണ് മനുഷ്യന്മാർക്കൊക്കെ അധികം ഉള്ളത്. ഈശ്വരപാദത്തിൽ നിർത്തേണ്ടതിനേക്കാൾ ഈശ്വരപാദത്തിൽ നിന്ന് അകന്നു പോകാനാണ് ഇഷ്ടം, അല്ലേ? നമ്മൾ എത്ര നേരം ഈശ്വരനെ ചിന്തിക്കുന്നുണ്ട് ആലോചിച്ച് നോക്കൂ. ഏറ്റവും കുറഞ്ഞ ടൈം നീക്കി വയ്ക്കുന്നത് അതിനാവും. തിരിച്ചായി കൂടെ അധികം ആൾക്കാരും ഏറ്റവും കുറച്ച് ചിന്തിക്കണ കാര്യമാവും ഈശ്വരചിന്ത.
സിനിമ കാണാൻ സമയമുണ്ട്, മരിച്ചോടത്തേക്ക് പോകാൻ സമയമുണ്ട്, കല്യാണത്തിന് പോകാൻ സമയമുണ്ട്, ആടിപ്പാടാൻ സമയമുണ്ട്, എന്തിനും നാട്ടുവർത്തമാനം, പരദൂഷണം, രാഷ്ട്രീയം പറയാനൊക്കെ നമുക്ക് എത്രയോ സമയമുണ്ട്. ഉണയ്ക്കാൻ 20 മിനിറ്റെങ്കിലും വേണം, എത്ര വേഗം ഉണ്ടാലും. അത്ര പോലും ഈശ്വര പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കാത്തവർ എത്രയോ ആൾക്കാരില്ലേ. നമ്മളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ പല ആൾക്കാരും ഒരു ചന്ദനത്തിരി കത്തിച്ച് ഒന്ന് ഒഴിഞ്ഞവിടെ വെച്ചിട്ടാണ് പോണവരാണ്. വിളക്ക് കൊളുത്തിയിട്ടൊന്ന് നമസ്കരിച്ചിട്ടാണ് പോണവരാണ്. ആ വിളക്കും കൂടി അധികം കത്തിക്കാത്തവരുണ്ട്. എണ്ണ ചിലവാകും. ഒരാളെ അറിയും, ഒരു വിളക്ക് കത്തിച്ചിട്ട് അപ്പം തന്നെയാണ് കെടുത്തുന്നതാണ്. ഇതെന്താ ഇങ്ങനെ? കത്തിക്കണം എന്നല്ലേ ഉള്ളൂ, എത്ര നേരം ഒന്നും എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. കത്തിക്കാണ്ടിരിക്കുകയല്ലേ നല്ലത്. വിളക്ക് കത്തിക്കുക, തൊഴുക, നമസ്കരിക്കുക, കെടുത്തുക, അവിടെ നിന്ന് പോരുക. ആലോചിച്ചു ലേശം നേരം അതവിടെ കത്തിക്കോട്ടെ, അതിനെന്താ കുഴപ്പം? എത്ര കാശ് നമ്മൾ ചിലവാക്കും? ഒരാളുള്ള കണ്ട കാര്യമാണ് പറഞ്ഞാൽ അവർ എന്നും അങ്ങനെ എത്ര കത്തിക്കുക, തൊഴുക, നമസ്കരിക്കുക, അപ്പം തന്നെ കെടുത്തുക. എന്നിട്ട് ആ എണ്ണനെ അടുത്ത ദിവസം കത്തിക്കുകയും ചെയ്യും. അപ്പം ഇങ്ങനെ എന്തിനാ പിശുക്കണം? ഈശ്വര കാര്യത്തിന് ഏറ്റവും കുറഞ്ഞ സമയം ചിലവഴിക്കുക എന്നുള്ളത് മാറ്റിയിട്ട് ഒന്ന് കൂട്ടിക്കൊണ്ടുവരിക. കുറച്ച് സമയമായാലും ഇരുന്നോട്ടെ. ഇപ്പോൾ സഹസ്രനാമെങ്കിലും ചെല്ലുക, ഒരു അഷ്ടോത്തരോ ഒരു മഹാലക്ഷ്മി സ്തവോ ദാരിദ്ര്യം തീരാനോ കുറച്ച് സമയം, ഒരു അരമണിക്കൂറെങ്കിലും ആ വിഷയത്തിൽ എന്തുകൊണ്ട് നമുക്കിരിക്കാൻ സാധിക്കുന്നില്ല? അപ്പം അതുകൊണ്ട് ഭഗവാനെ, കുട്ടിക്കാലം മുതൽക്ക് തന്നെ എൻ്റെ മനസ്സവിടെ പിടിച്ചിട്ടാലേ അതവിടെ നിൽക്കുള്ളൂ. പിടിച്ച് കൂട്ടിക്കോളൂ എന്നാണ് പറയണം, അല്ലെങ്കിൽ പുറത്തു പോകും. അതിനവിടെ ഇരിക്കാൻ അത്ര താല്പര്യമൊന്നും കാണുന്നില്ല. അത് അങ്ങനെ വിചാരിക്കണം എന്ന് പറയണം. മാനസരാജഹംസ, മനസ്സാകുന്ന ഹംസത്തെ ഒന്നവിടെ തളച്ച് തരണേന്ന് പറയണം. ബുദ്ധിമുട്ടുണ്ട്, അതാണ് തളച്ച് തരണേന്നാണ്. പ്രാണപ്രയാണ സമയേ കപവാത പിത്തൈ, വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. ഈ പ്രാണൻ ശരീരത്തിൽ നിന്ന് പോകുന്ന സമയത്തെ അവസ്ഥകൾ ശരിക്കും നമുക്കറിയില്ല. കാരണം ആ സ്ഥിതി എത്തിയാൽ പിന്നെ ആരും ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ലല്ലോ. ഇവിടെ പറയണ കപവാത പിത്തൈ, കപവും വാതവും. കഴുത്തിൽ കപമൊക്കെ കടഞ്ഞ് കറകറാന്ന് വലിക്കണത് നമ്മൾ കണ്ടിട്ടുണ്ട്, മരിക്കാൻ കിടക്കണവരല്ലേ. ആ ഒരു സമയത്ത് ഞാൻ എങ്ങനെയാണ് അങ്ങയെ സ്മരിക്കുക? സർവേശ്വര, ആ ഒരു അവസ്ഥയിൽ അങ്ങയെ സ്മരിക്കാനുള്ള മനോഭാവം ഒന്നും ഉണ്ടാവില്ല. മരണഭീതി കൊണ്ട് ചിലപ്പോൾ കാലദൂതന്മാരെ കണ്ണിൽ കാണുന്നൊക്കെ പറയണം, നമുക്കറിയില്ല കേട്ടോ. ആ ഒരു അവസരത്തിൽ 2 നാമം ജപിക്കാനോ 2 നാമം ജപിച്ച് തരാനും കൂടി നമുക്ക് മഹാഭാവികൾ ഉണ്ടാവില്ല. അപ്പോൾ നാമം ചൊല്ലി അയാൾ മരിക്കാൻ കിടക്കുമ്പോൾ നാമം ചൊല്ലല്ല അത്രേ വേണ്ടത്. ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോവുക, ട്യൂബ് കയറ്റുക, ഓർലിക്സ് മുതലായിട്ടത് കൊടുക്കുക. ഇതാണോ ആ സമയത്ത് വേണ്ടത്? ഇപ്പോൾ പോഷിപ്പിക്കാൻ പറ്റുമോ ശരീരം? അതല്ല വേണ്ടത്. നാമം ചൊല്ലി കൊടുക്കുക. ഗംഗാജലം ഉണ്ടച്ചാൽ അത് കൊടുക്കുക, തുളസീജലം കൊടുക്കുക. ഇനി ഗംഗാജലം കിട്ടാനില്ല വെച്ചാൽ ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ തുളസി ഇട്ടിട്ട് അത് കൊടുക്കുക. ധാരാളം നാമം ജപിക്കുക. കാരണം ആ സമയത്ത് ആസ്പത്രി കൊണ്ടുപോയിട്ട് തള്ളുകയല്ല വേണ്ടത്. മൂക്കിൽ കൂടെ ട്യൂബ്, വായയിൽ കൂടെ ട്യൂബ്, വല്ല കാര്യമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് മരിക്കുന്ന ഉറപ്പായ വീട്ടിൽ മരിക്കാൻ അനുവദിക്കുക. സുഖമായിട്ട് ഈശ്വരനാമം ധാരാളം ചൊല്ലിയിട്ട് ആ ചെവിയിൽ ഇങ്ങോട്ട് കേൾക്കട്ടെ. ആ സമയത്ത് ആ വ്യക്തിക്ക് ചെല്ലാൻ കഴിയില്ല, അതിനൊന്നുമുള്ള അവസരം ആവില്ല. അത്ര അധികം വേദന അനുഭവിക്കുന്ന സമയം, പലതരത്തിലുള്ള ഭയം ഉണ്ടാവുന്ന സമയം. ഇങ്ങനത്തെ സമയത്ത് കണ്ടാവരോധന വിധവും തൊണ്ടയിൽ കഫം ഇങ്ങനെ വന്ന് അടയുമ്പോൾ 2 നാമം ജപിക്കാനോ നമഃശിവായ ചെല്ലാനോ സർവേശ്വര എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഇപ്പം തന്നെ എൻ്റെ മനസ്സ് ആകുന്ന ആ പക്ഷിയെ അങ്ങയുടെ പാദപത്മമാകുന്ന ആ കൂട്ടിൽ ഒന്നിട്ടിട്ട് നല്ലോണം പൂട്ടിത്തരണേ. രക്ഷപ്പെടാൻ പറ്റാത്ത വിധം എങ്ങനെ ആക്കാൻ പറ്റുക അങ്ങേക്ക് തന്നെ അറിയുള്ളൂ. അങ്ങനെ ആക്കിത്തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഭക്തൻ. നാരായണ ഭട്ടേരി ഇല്ലേ, മേപ്പത്തൂരിൻ്റെ ഗുരുനാഥൻ അച്യുതപിഷാരോടി മരിക്കുമ്പോൾ ഒരു ശ്ലോകം എഴുതിയിട്ടുണ്ട്. കായേ സീതതി കണ്ഠരോധിനി കഭേ കുണ്ഠേ ച വാണീപതേ ജിന്മായാം ദിശി ജീവിതോ ജിഗമിഷേ ശ്വാസശനൈ ശാമ്യതേ പറയണം. കൊണ്ടയിൽ കഫമൊക്കെ വന്നടഞ്ഞ് ആരൊക്കെയോ ചുറ്റും ഇരിക്കേണ്ട മനസ്സിലാവുന്നില്ല. ജിന്മായാന്തരിശി, കണ്ണണച്ച മങ്ങാണ്, ദൃഷ്ടി മറിഞ്ഞ് മങ്ങാണ്, മുഴുവൻ കാണുന്നില്ല. കുണ്ഠേച വാണീപതേ ജിന്മായാം ദിശി ജീവിതേ ജിഗമിഷു, ജീവിതം ഇങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് ഇങ്ങനെ കടക്കുന്ന സമയത്ത് ആഗത്യ സ്വയമേവന കാത്യായനീ കാമുക, പരമേശ്വരി പാർവതിയുടെ ഭർത്താവായിരിക്കുന്ന പരമേശ്വര അങ്ങ് തന്നെ വന്നിട്ട് എൻ്റെ ചെവിയിൽ നാമം ജപിച്ചു തരണേ. താരകം താരകം
താരകം എന്നുള്ള 3 വാക്ക് ഇപ്പം ചെവിക്കാൻ പറ്റിയില്ല അത്ര അച്യുതപ്പിശാരോടിക്ക്. താരകം എന്ന് പറഞ്ഞപ്പോഴേക്കും നാവ് പൊങ്ങാണ്ടായി. 3 അക്ഷരം അവിടെ വേണം. ചാടി നീട്ടു മേപ്പത്തൂര് താരകം എന്നങ്ങോട്ട് പൂർത്തീകരിച്ചു എന്നാണ് കഥ. താരകമന്ത്രം എന്ന് പറഞ്ഞാൽ രാമമന്ത്രമാണ്. മരിക്കുമ്പോൾ ഏറ്റവും പറ്റിയ മന്ത്രൻ രാമമന്ത്രമാണെന്ന് പറയും. ഓരോ പറയണമെന്നേ ഉള്ളൂ. നമശിവായ ചൊല്ലിയ എന്താ കുഴപ്പമുണ്ടോ, നാരായണ ചൊല്ലിയ കുഴപ്പമുണ്ടോ? അവിടെ അങ്ങനെയാണ്. അവിടെ താരകം എന്നാണ് ശ്ലോകത്തിന് ചേരുക. പക്ഷേ മരിക്കുന്നതിന് ശേഷം ശ്രേയസ് ഉണ്ടാവുന്നത് എന്നൊരർത്ഥമുണ്ട് ഈ താരകത്തിന്. അതെന്തും ആവാലോ. ഒരു നാമേ പാടുള്ള താരകബ്രഹ്മ യോഗമുണ്ട് 8ാമത്തെ അധ്യായം ഗീതയിൽ. എന്താർത്ഥം? മരിച്ചതിന് ശേഷമുള്ള ശ്രേയസ്സിനെ കാണിക്കുന്നത് എന്നർത്ഥം. അത്രയേ ഉള്ളൂ. ഇവിടെ രാമമന്ത്രം എന്നല്ല, അവിടെ താരകം എന്ന് പറഞ്ഞാണ് പൂരിപ്പിച്ചു എന്നാണ്. അപ്പോൾ ആ മരണസമയത്തെ പരിപ്പം മരണകാലത്തെ ഭയത്തെ ചിന്തിച്ചാൽ മതിമാറുന്നു പോം മനമെല്ലാം. പറയണച്ച ഇഷ്ടം പോലെ പറയാണ്ടല്ലേ, ഞാൻ എവിടെ കിടക്കണു. ഏതായാലും അപ്പം തന്നെ സമയമായി. അപ്പോൾ അതുകൊണ്ട് മരണസമയത്ത് ഈശ്വരസ്മരണയോട് കൂടിയിട്ട് ഇവിടുന്ന് പോവാൻ ആ സമയത്ത് ശ്രമിച്ചിട്ട് കാര്യമില്ല. അത് ഏതുപോലെയാവും? ഒരു ഉപമ പറയും. വീട് തീപിടിച്ച സമയത്ത് കിണർ കുത്താൻ പോയാൽ എന്താ ഉണ്ടാവുക? വെള്ളം ഒഴിച്ചിട്ട് കെടുത്താനേ. അപ്പോൾ കിണർ കുഴിക്കാൻ പോയിട്ട് കാര്യം അതേപോലെ ആവും. വയസ്സുകാലത്ത് ഈശ്വര വിചാരത്തിലേക്ക് പുറപ്പെട്ടാൽ മനസ്സുറക്കില്ല. ആദ്യം തന്നെ കിണർ കുത്തി റെഡിയാക്കി വെച്ചാലോ വേഗം വെള്ളം കൊണ്ട് ആ തീ കെടുത്താം. അതുകൊണ്ട് നേരത്തെ തന്നെ ശ്രമിച്ചോളൂ. കൗമാരാശരേ പ്രാജ്ഞ. കുട്ടികളെ ഇപ്പം തന്നെ തുടങ്ങണം. വളരെ ചെറുപ്പത്തിൽ വേണ്ട കാര്യമാണ്. വയസ്സായവർക്കുള്ളതല്ല ഈശ്വരചിന്ത എന്ന് മൊത്തത്തിൽ നമ്മളെ ബോധിപ്പിക്കുകയാണ് ശ്ലോകം കൊണ്ട്. കൃഷ്ണത്വദീയ പദപങ്കജപഞ്ചരാന്തം അദ്ദീപമേ വിശദു മാനസരാജകംസ പ്രാണപ്രയാണസമയേകഭവാത് പിത്തൈ കണ്ഠാവരോധനവിധോ മരണം കുതസ്തേ. നല്ലൊരു സന്ധ്യ എല്ലാവർക്കും ആശംസിക്കുന്നു. നമസ്കാരം.